ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ഗ്രൗണ്ടർ. അപ്പോൾ ഇനി വന്നുള്ള കേസ് ഇപ്പോൾ കുറേ പേര് ഈ മൈൻക്രാഫ്റ്റ് മലയാളത്തിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ചെയ്യണുണ്ടു. ആൻഡ് ഞാൻ വിചാരിച്ചു നമുക്ക് MZRP ട്രോൾ സീരീസിൻ്റെ ഹിസ്റ്ററി ചെയ്യാമെന്ന്. സോ ഇനി വന്നുള്ള കേസ് നമ്മളെ MZRP ട്രോൾ സീരീസിൻ്റെ ഒരു ഹിസ്റ്ററി ചെയ്യാനാണ്. സോ പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയിൽ ഞാൻ MZRP സീസൺ 3 കുറിച്ചും കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോൻ്റെ അവസാനം വരെ കാണുക. അപ്പോൾ ഈ ചാനൽ പുതിയതായി വന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആൻഡ് ചാനലിൽ ഇങ്ങനത്തെ കണ്ടൻസ് മാത്രമല്ല, മൈൻക്രാഫ്റ്റ് സർവൈവലും അതുപോലെ തന്നെ ലെറ്റ്സ് പ്ലേ ട്രോൾ സീരീസ്, നമ്മളൊരു ട്രോൾ സീരീസും കാര്യങ്ങളൊക്കെ ഈ ചാനലുണ്ട്. അപ്പോൾ ഈ വീഡിയോ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അത് ചെക്കൗട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെക്കൗട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. റോഡ് ടു 100 ആണ്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് കിടക്കാം. ആൻഡ് ഗൈസ്, ഞാൻ പറയുന്നത് എന്ത് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. നിങ്ങൾക്ക് അറിയാവുന്നത് ഞാൻ പറഞ്ഞ എന്ത് തെറ്റുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് തിരുത്തണം. കാരണം എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടാവും ഗൈസ് ഞാൻ പറയുമ്പോൾ. സോ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഡു കമന്റ്. അപ്പോൾ ഗൈസ്, MZRP എന്ന് പറയുന്ന ഈ ഒരു സെർവർ തുടങ്ങിയത് 2021 ഏപ്രിൽ മാസമാണ് ഗൈസ്. ഈ ഒരു സെർവറിൽ ആദ്യം പേര് പോലെ തന്നെ MZRP 4 പേരായിരുന്നു ഈ ഒരു സെർവറിൽ ഉണ്ടായിരുന്നത്. അതായത് മലയാളം ടെക്കീസ്, സിൽസില ആൻഡ് റാൻഡമൈസ് ആൻഡ് പെർഫെക്റ്റ് ഗെയിമിംഗ് മച്ചാൻ എന്ന് പറഞ്ഞ ഈ ഒരു 4 പേര് വെച്ചാണ് ഈ ഒരു സെർവർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഈ ഒരു സെർവർ ആണ് തോന്നുന്നു മലയാളത്തിലെ ഫസ്റ്റ് ട്രോൾ സീരീസ് സെർവർ. അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഇത്ര ഫാൻ ബേസ് വരാനും കാരണം. ആൻഡ് ഇതൊരു ട്രോൾ സീരീസ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും ബിൽഡ് ഉണ്ടാക്കും ആൻഡ് ട്രോൾ ചെയ്യും. അങ്ങനെ ഒരു സീരീസ് ആണ്. സോ ആൻഡ് അങ്ങനെ കുറച്ചു കാലം ഇവർ ഫണ്ണായി, ആദ്യം കുറച്ച് ഫണ്ണായി ഈ ഒരു സെർവർ സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് ഈ ഒരു സെർവർ ഇവർ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് അറ്റോണേഴ്സിലാണ് ഗൈസ്. നമ്മളൊക്കെ ഉപയോഗിക്കുന്ന അറ്റോണേഴ്സിലാണ് ഇവരും ഫസ്റ്റ് ഈ ഒരു സെർവർ സ്റ്റാർട്ട് ചെയ്തത്. ഇതും നിന്റെ കളറും തമ്മിലൊരു മാച്ച് ഇല്ലല്ലോ. കണ്ടോ? നീ അതിന്റെ അടുത്ത് നിന്ന് ഒരു മാച്ച് ഇല്ല. വെരി സോറി, ഇത് വേറെ ആരുടെ കളർ? അത് അടുത്ത എന്റെ വീട് കവർ എല്ലാരും എന്റെ വീട് അടിച്ചു തരാം. സത്യം പറയാൻ ഞാൻ ഓൾറെഡി എന്റെ വീടും കാര്യങ്ങളൊക്കെ പണിത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ സെർവറൊക്കെ സ്റ്റാർട്ടായി എല്ലാരും ട്രോളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ സർപ്രൈസും ആൻഡ് വേറെ ബിൽഡ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങി. അങ്ങനെ ട്രോള് വെച്ച് വരുമ്പോഴാണ് നമ്മളെ മലയാളം ടെക്കീസിന് തോന്നിയത് എല്ലാവരും മലയാളം ടെക്കീസിനെ ടാർഗറ്റ് ചെയ്ത് നല്ല കൂടുതലായി ട്രോള് കൊടുക്കുന്നുണ്ടെന്ന്. അങ്ങനെ അത് മനസ്സിലാക്കിയ മലയാളം ടെക്കീസ് നമ്മുടെ മാമന്റെ മോനെ സെർവറിലോട്ട് കൊടുന്നു. അത് വേറെ ആരുമല്ല, നമ്മുടെ സ്വന്തം ഗെയിമർ ബോയ് ആണ് കണ്ണാപ്പിയുടെ മാമന്റെ മോനായി ഈ ഒരു സെർവറിലോട്ട് പിന്നെ വന്നത്. വെയിറ്റ് ചെയ്ത് കേട്ടോ, ആള് വരട്ടെ. ഓ എന്റെ മോനെ കണ്ണാപ്പി, ഞാൻ എത്തിയടാ. ഗെയിമർ ബോയ്, എന്റെ അളിയ മാമന്റെ മോനെ പോയി. എവിടെയാർന്ന് ഇത്ര എന്റെ മോനെ, എന്റെ കണ്ണാപ്പി. വിഷയം. ഗെയിമർ ബോയ് സുഖല്ലേ? ഓ സുഖം എന്റെ കണ്ണാപ്പി. ആരാ എന്റെ കണ്ണാപ്പി ഇവിടെ ട്രോൾ ചെയ്യാൻ? ഇവിടെ കൊറേ എണ്ണങ്ങൾ ഉണ്ടെന്നേ. മാമൻ പറഞ്ഞിട്ടുണ്ടായി നീ വരുന്നുള്ള കാര്യം. ഇത്ര നേരത്തെ എത്തുന്ന ഞാൻ വിചാരിച്ചില്ല. നമുക്കേ ഞാൻ കാണിച്ചുതരാം, എന്റെ പുറകെ വാ. ഇത് കണ്ണാപ്പി, ഇത് എന്താ ഇത്? ഇവന്മാര് കാണിച്ചത് മൊത്തം ഒബ്സീഡിയം വെച്ച് അടച്ചേക്കാ. എനിക്ക് എന്റെ വീട്ടിൽ കയറാൻ പറ്റില്ലാവേ. ഒരു അവസ്ഥയാക്കി കളഞ്ഞത്. നമുക്കിതില് ഇപ്പൊ എന്താ ചെയ്യത്? കണ്ട വീടിന്റെ ഒന്നും കയറാൻ പറ്റില്ല. എന്റെ 3 നില വീടൊക്കെ ആയിരുന്നു, ആകെ പോയി. അങ്ങനെ ഗെയിമർ ബോയൊക്കെ സിറ്റിയിലോട്ട് വന്ന് നല്ല പോലെ ബിൽഡും കാര്യങ്ങളും ട്രോളൊക്കെ ചെയ്ത് നല്ല പോലെ പോകുന്ന സെർവറിലോട്ട് പെട്ടെന്ന് വേറൊരു പ്രശ്നം വന്നു. അതായത് സെർവറിന് എന്തോ ഒരു ഇഷ്യൂ വന്ന് എന്താ പറയാ, ചങ്ക് ഫുള്ള് ക്രാഷ് ആവുകയും അതുപോലെ തന്നെ ചങ്ക് ഫുള്ള് പല പല സ്ഥലത്തായി ആ ഒരു വേൾഡ് ഫുള്ളായിട്ട് എന്താ പറയാ ഫുള്ളായിട്ട് നശിക്കപ്പെട്ടു എന്ന് തന്നെ പറയാം. കാരണം ചങ്ക് പലയിടത്തേക്ക് മറ്റും മാറിപ്പോയി. അതുകൊണ്ട് പല ബിൽഡും
ഇപ്പോൾ ഒരു ഭാഗം വിടുകയാണെങ്കിൽ അടുത്ത ഭാഗം വേറെ എവിടെയോ ഒക്കെ ആയിട്ട് ഫുൾ സെർവർ കത്തിപ്പോയി എന്ന് തന്നെ പറയാം. ആൻഡ് അവരുടെ കയ്യിലാണെങ്കിൽ ബാക്കപ്പും മര്യാദക്കില്ലായിരുന്നു, നല്ല ഓൾഡ് ബാക്കപ്പ് ആയിരുന്നു. സോ അതുകൊണ്ട് തന്നെ MZRP സീസൺ 1 അവരവിടെ ഡ്രോപ്പ് ചെയ്യാം എന്ന് വിചാരിച്ചു. കണ്ടില്ലേ കൊറേ ബ്ലോഗ്സ് ഒക്കെ ഇങ്ങനെ ചുമ്മാ വന്നേക്കാണ്. ഇതുണ്ടോ ഗെയിമർ ബോയുടെ നമ്മുടെ പോലീസ് സ്റ്റേഷന്റെ ഒരു ഭാഗമാണ് കാണുന്നത്. പോലീസ് സ്റ്റേഷൻ ഇവിടെ ഈ പോലീസ് സ്റ്റേഷന്റെ ഒരു ഭാഗം ചെത്തി വെച്ച പോലെ ഇത് ഇപ്പുറത്തേക്ക് വന്നേക്കാം. പിന്നെ അതുപോലെ തന്നെ പിന്നെ ഈ വീടൊക്കെ ഗെയിമർ ബോയുടെ വീട്, പിന്നെ നമ്മുടെ അപ്പുറമുള്ള കമ്മ്യൂണിറ്റി ഹാളിന്റെ ബാക്ക് വശം, കുഴിയൊക്കെ എന്ത് ആകെ അത് കാണിച്ചു തരാം. നമ്മുടെ ഹോസ്പിറ്റൽ കണ്ടില്ലേ, ഹോസ്പിറ്റലിന്റെ അത് ഇപ്പുറത്തെ സൈഡിലേക്ക് ഉള്ളത് ഇവിടെ വന്ന് കിടക്കണം. 2021 ജൂണില് ഈ ഒരു MZRP സീസൺ 1 അവിടെ എൻഡ് ആവുകയാണ്. അങ്ങനെ MZRP റീലോഡഡ് അഥവാ MZRP സീസൺ 2 എന്ന് പറഞ്ഞ് 2021 ഓഗസ്റ്റ് മാസം ഈ ഒരു MZRP റീലോഡഡ് അങ്ങനെ തിരിച്ചു വരികയാണ്. ഐ മീൻസ് ഒരു മാസത്തിന്റെ ഗ്യാപ്പിന് ശേഷം അങ്ങനെ MZRP റീലോഡഡ് ഇവർ വീണ്ടും കൊണ്ടുവരികയാണ്. അങ്ങനെ എല്ലാവരും ബേസും കാര്യങ്ങളൊക്കെ സെറ്റാക്കി ഒരു മാസം കഴിഞ്ഞപ്പോൾ ഓണം വന്നു. ആൻഡ് അതിന് പൂക്കളിടാൻ വേണ്ടി എല്ലാവരും പൂ ശേഖരിക്കാൻ പോവുകയാണ്. ആൻഡ് അങ്ങനെ പോകുന്ന വഴിക്കാണ് അവർ വേറൊരാളെ അവിടെ കാണുന്നത്. ആൻഡ് അത് ഒരു ഗേളായിരുന്നു, ഒരു ഗേൾ ക്യാരക്ടറായിരുന്നു അത്. ആൻഡ് ആ ഒരു ഗേൾ ക്യാരക്ടറിന്റെ പേരായിരുന്നു ലാവണ്ടർ ഗേൾ അഥവാ ലാവൂസ് എന്നും പറയും. സോ ഈ ഒരു ഗേളിന്റെ ബാക്ക് സ്റ്റോറി എന്താ വെച്ചാൽ അവളെ ഗ്രാമത്തിൽ ഒരു പ്രശ്നം നടക്കുകയും എല്ലാവരും രക്ഷപ്പെടും, പക്ഷേ ഇവളും ആ കൂട്ടത്തിൽ രക്ഷപ്പെടും. പക്ഷെ പിന്നെ തിരിച്ചു വന്ന് നോക്കുമ്പോൾ അവിടെ ആരുമില്ല, അങ്ങനെ അവൾ ഒറ്റക്കാകും. സോ ഇവരെ സിറ്റിക്ക് കൊണ്ടുപോകും. അതാണ് ഈ ഒരു ക്യാരക്ടറായി പുതിയതായി MZRP സിറ്റിയിൽ വരുന്നത്. ഞങ്ങളൊന്നോളാം. ഞാൻ ഈ ആളെ ഞാൻ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട്. സിറ്റിയിലോട്ട് പോയ ക്യാരക്ടറൊക്കെ വന്നു. ആൻഡ് ഇതൊരു ട്രോൾ സീരീസ് ആണല്ലോ, അങ്ങനെ ഗെയിമർ ബോയും റാൻഡമൈസ്ഡും ട്രോളിങ് സ്റ്റാർട്ട് ചെയ്യും. ദാറ്റ് മീൻസ് റാൻഡം ഗെയിമർ ബോയ്ക്ക് ട്രോൾ കൊടുക്കും, ഗെയിമർ ബോയ് അത് 2 ഇരട്ടിയായി റാൻഡത്തിന് ട്രോൾ ചെയ്യും. ആൻഡ് അവർ തമ്മിൽ അത് വലിയൊരു പ്രശ്നമാകും. ആൻഡ് അവസാനം അത് പരിഹരിക്കാൻ MZRP മെമ്പേഴ്സ് ബിഗ് ജോസ് എന്ന് പറഞ്ഞ ഒരു സംഭവം, ഐ മീൻസ് ഇവർ രണ്ടാളും ബിഗ് ജോസിനുള്ളിൽ കൊണ്ടുപോയി പൂട്ടിയിടുക. ആൻഡ് അവരെ ഒരുമിച്ച് നിർത്തുക. ആൻഡ് അവരെ പ്രശ്നങ്ങളും കാര്യങ്ങളും സോൾവ് ചെയ്യാൻ വേണ്ടി ഒരു ബിഗ് ജോസ് ഹൗസ് സിറ്റിയിൽ കൊണ്ടുവരും. കിടക്കുന്ന സ്ഥലത്തൊക്കെയാണ് കൊണ്ടിരുന്നത്. കാരണം ക്ലൈമറ്റ് വേണ്ട, എത്ര നല്ല ക്ലൈമറ്റ് കിട്ടുമോ? അപ്പോ എല്ലാവർക്കും വെൽക്കം ടു ബിഗ് ജോസ്. നിങ്ങളെ ഞങ്ങളെ ബിഗ് ജോസിലേക്ക് ആക്കാണ്. ബിഗ് ജോസ്. അപ്പോ നിങ്ങളെ ഇനി ചെറിയ കളികളില്ല, ഇനി വലിയ കളികൾ മാത്രം. അത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അതായത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഗെയിമർ ബോയുടെ കളികളൊക്കെ ഇതിന്റെ അകത്താണ്. ഇനി ഇതിന്റെ അകത്താണ്. ഓക്കെ, ഇനി നിങ്ങൾ ഇതില് കുറച്ചാള് മാന്യമര്യമാക്കിയായിട്ട് നിങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് സഹകരിച്ച് ജീവിക്കുകയാണെങ്കിൽ അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം ഗെയിമർ ബോയും റാൻഡവും തമ്മിലുള്ള പ്രശ്നമൊക്കെ കഴിഞ്ഞ് എല്ലാവരും പഴയ പോലെ സിറ്റിയിൽ
നിൽക്കുമ്പോഴാണ് വേറൊരു വലിയ പ്രശ്നം സിറ്റിക്ക് വരുന്നത്. അതായത് നമ്മുടെ സിറ്റിയിൽ പ്രേതശല്യം കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങും. പലരും ഓരോരോ രൂപത്തെ രാത്രി പലയിടങ്ങളിൽ വെച്ച് കാണാനും തുടങ്ങും. ഇതിന്റെ ഉള്ളിലൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ ബിൽഡ് ഉണ്ടാക്കി വെച്ചു. ഞാൻ എന്തോ കണ്ട് ഗൈസ്. ഇവിടെ നിക്കണ്ട, ശരിയാവില്ല. എന്തോ ഉണ്ട് ഗൈസോടെ, ആൻഡ് ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി റാൻഡമൈസ്ഡിന്റെ ഫ്രണ്ട് പറഞ്ഞു കേട്ട് റാൻഡമൈസ്ഡും ജീവിയും കൂടി ഒരു സ്വാമിയെ തേടി പോകും. ആൻഡ് അവസാനം ചെന്നെത്തല് RJ സ്വാമികളുടെ കയ്യിലാണ്. ആരാണ് ശല്യപ്പെടുത്തുന്നത്? സ്വാമിക്ക് എന്നെ അറിയില്ലല്ലേ? നിക്ക് പറയണ്ട. സ്വാമിക്ക് എന്നെ അറിയില്ലല്ലേ? ചുമല വേഷം. എന്റെ റൈറ്റ് വശത്ത് നിൽക്കുന്ന ആള് റാൻഡമൈസ്ഡ്. ലെഫ്റ്റ് വശത്ത് നിൽക്കുന്ന ആള് എന്നെ എന്തോ ബ്ലോക്ക് ചെയ്യുന്നു. എന്തോ ഒരു ശക്തി. എന്താ ശക്തി? ഈ വില്ലേജറാണോ? തല്ലുകൊള്ളാണോ? നമ്മുടെ കൂടെ ഉള്ള ആളാണ്, എന്റെ ജോലിക്കാരനാണ്. പുള്ളിനൊന്നും ചെയ്യല്ല. എന്റെ ലെഫ്റ്റ് വശത്ത് നിൽക്കുന്ന ആളുടെ മേത്ത് എന്തോ ഒരു ബാധയുള്ള പോലെയാണ്. എന്നെ ആ ഒരു എന്റെ തീയിൽ കയറരുത്. ശുദ്ധീകരിക്കാൻ പറ്റത്തില്ല അങ്ങനെ. തീയിൽ കയറരുത്. ആൻഡ് സ്വാമി സിറ്റിയിലോട്ട് വരും. ആൻഡ് സ്വാമി പറയണത് കേട്ട് ഇവര് ഡാം അതുപോലെ തന്നെ വേറെയും സംഭവങ്ങൾ ഉണ്ടാക്കും. ആൻഡ് സ്വാമി പറഞ്ഞ പോലെ തന്നെ ഡാം ഉണ്ടാക്കിക്കൊണ്ട് മാത്രം സിറ്റി ഫ്ലഡിൽ നിന്നും കാര്യങ്ങളിൽ നിന്നും ഒക്കെ രക്ഷപ്പെടും. ആൻഡ് സ്വാമി വലിയ സംഭവമാണെന്നൊക്കെ ഇവർ വിചാരിക്കും. ആൻഡ് അതേസമയം ചെറിയ ഡൗട്ടും ഇവർക്ക് കൂടെ ഉണ്ടാകും. ആൻഡ് കുറച്ച് കഴിഞ്ഞപ്പോൾ മെമ്പേഴ്സ് കുറച്ച് കാരണത്താൽ ഇന്നാക്റ്റീവ് ആകുകയും ആൻഡ് സെർവർ കുറച്ച് കാലത്തിന് വീഡിയോസും കാര്യങ്ങളും ആരുത്തേരും ഉണ്ടാവില്ല. ആൻഡ് കുറച്ച് കഴിഞ്ഞ് ഇവർ സെർവർ കയറി നോക്കിയപ്പോൾ ഇതാണ് സെർവറിന്റെ അവസ്ഥ. ഇങ്ങനെയൊക്കെ ആയതിനു ശേഷം ഇവരെല്ലാരും സിറ്റി വരുമ്പോൾ അവിടെ സ്വാമിജിയെ മാത്രം കാണാനുണ്ടാവില്ല ഗൈസ്. ആൻഡ് ഇവര് സ്വാമിജിയെ തേടി നടന്ന് പോയി അവസാനം എത്തുന്നത് നമ്മുടെ ഡാമിന്റെ ഫ്രണ്ടിലോട്ടാണ്. ആൻഡ് അവിടെ ചെന്ന് നോക്കുമ്പോൾ സ്വാമിജി ആണെങ്കിൽ ഒരു ഫുൾ സ്വാമിജിയുടെ വേഷമൊക്കെ മാറി. ആൻഡ് അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇവർ വരുന്നതിന് മുമ്പ് ഈ സംഭവങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ആൻഡ് അവരുടെ മീൻസ് ഈ ഗോസ്റ്റും ഈ പ്രേതങ്ങളുടെ സ്ഥലം ഇവർ കയ്യേറി. അതുകൊണ്ടാണ് ഈ പ്രേതവും കാര്യങ്ങളും ഇവരെ ഹോണ്ട് ചെയ്തിരുന്നത് എന്നാണ് നമുക്ക് അവസാനമായിട്ട് മനസ്സിലാവാൻ പറ്റുന്നത്. ആൻഡ് സ്വാമിജിയുടെ മേത്ത് ഈ ഒരു ബാധ കയറുകയും പിന്നെ സ്വാമിജിയുടെ മേത്തുനിന്ന് അത് ഇറങ്ങിപ്പോകാൻ പറ്റില്ല എന്നും അവസാനം പറയുന്നുണ്ട്. ആൻഡ് അവസാനം ഈ പ്രേതം വന്ന് ഈ ഒരു സിറ്റി ഫുൾ ഫ്ലഡ് ആക്കി ഈ ഒരു സീസൺ എൻഡ് ആക്കും. ഒന്നുമില്ല, നിങ്ങളെ പറഞ്ഞു വിടാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങൾ ഇങ്ങോട്ട് കറക്റ്റ് ആയിട്ട് വിളിച്ചു വരുത്തി. എന്ത് കാരണം കൊണ്ടാന്ന് നിങ്ങൾക്ക് അറിയോ? ഇല്ല, ഇവിടെ എന്ത് ഇവിടെ ഇങ്ങനെ ഈ തീകൊക്കെ ഉള്ളതുകൊണ്ടല്ലേ നല്ല രസമുണ്ട്. നിങ്ങൾ അങ്ങനെ 2024 മാർച്ച് 2 ഈ ഒരു MZRP റീലോഡഡ് അവിടെ അവസാനിക്കാണ്. ഓൾമോസ്റ്റ് 3 years ആണ് ഈ ഒരു സീരീസ് ഉണ്ടായിരുന്നത്. ആൻഡ് നല്ലൊരു സീരീസ് തന്നെ ആയിരുന്നു സീസൺ 2. ആൻഡ്
ഇനി ഞാൻ ലാസ്റ്റ് പറയാമെന്ന് പറഞ്ഞ കാര്യം MZRP സീസൺ 3 അത് ഉണ്ടാകുമോ എന്നുള്ളതിൽ ഇപ്പോഴും കൺഫേം ഒന്നും അല്ല, ബട്ട് വരുമെന്നൊക്കെ പറഞ്ഞ് കേട്ടിരുന്നു. സോ എന്തുകൊണ്ട് ഇപ്പോൾ ഉണ്ടാകാൻ ചാൻസ് ഇല്ല? കാരണം ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാൽ മലയാളം ടെക്കീസ് ആണെങ്കിൽ UK-ലാണ്, അതുപോലെ തന്നെ ലാവൻഡർ ഗേൾ ആണെങ്കിൽ ജർമ്മനിയിൽ, ആൻഡ് നമ്മളെ PGM ആണെങ്കിൽ കാനഡ അതോ വേറെ അബ്രോഡാണ്. ആൻഡ് ഇപ്പോൾ അവൾക്ക് കറൻ്റ്ലി 3 ആക്റ്റീവ് മെമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. അതായത് ഗെയിമർ ബോയ്, റാൻഡം, റൂൺ ജെറി. ഈ 3 മെമ്പേഴ്സ് മാത്രമാണ് ഇപ്പോൾ കറൻ്റ്ലി ആക്റ്റീവ് ആയിട്ടുള്ളത്. സോ ഇതിൽ സിൽസിലുണ്ട്, ബട്ട് സിൽസിലിൻ്റെ സംഭവം എന്താണെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. സോ അതുകൊണ്ടൊക്കെയാണ് ഇപ്പോൾ വരാൻ ചാൻസ് ഇല്ല, ബട്ട് വരും എന്ന് ഉറപ്പാണ് എനിക്ക്. സോ വരും, MZRP സീസൺ 3 വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഇന്നത്തെ വീഡിയോ കണ്ടവർ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് മീ ക്ലൗണിയർ സൈനിങ് ഓഫ്.